ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്ക് അതിനകത്ത് ഗോൾഡ് അതുപോലെയുള്ള ബാക്കിയുള്ള കുറച്ച് മെയിൻ കറൻസി പെയറിലെ ലിക്വിഡിറ്റി ഏരിയ അതൊക്കെയാണെന്നുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് എപ്പോഴത്തെയും പോലെ തന്നെ ഗോൾഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഒരു പുതിയൊരു മേജർ ട്രെൻഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ ദിവസം നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ എന്തായിരുന്നു, മാർക്കറ്റ് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വരുവാണെങ്കിലായിരുന്നു സെല്ല് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ മാർക്കറ്റ് എന്താണ്, ഇവിടുന്ന് വന്നാൽ ഈ ഒരു മേജർ ഹൈയിലെ ലിക്വിഡിറ്റി എടുത്തിട്ട് തന്നെയാണ് മാർക്കറ്റ് താഴോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നലത്തെ ദിവസം നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ട്രേഡോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഗോൾഡിൽ. ഓക്കെ അല്ലേ? അതിനുശേഷം മാർക്കറ്റ് വന്ന് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തപ്പോൾ ഒരു ട്രെൻഡ് സെല്ലിലേക്കുള്ള കൺഫേം ആയിട്ടുണ്ട്. ഇനി അതിന് ശേഷമുള്ള ലെവൽസും കാര്യങ്ങളും നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ആ സെല്ല് വന്ന് ഏറ്റവും ലോവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഏറ്റവും അടുത്ത് തന്നെ മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ ദിവസം നിൽക്കുന്നത്. ഓക്കെ അല്ലേ? ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് ടച്ച് ചെയ്തുകൊണ്ട് തന്നെ നമുക്കെന്താണ് ഈ ഒരു ലോയും ഇവിടെ കൺഫേം ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിന് ശേഷം മാർക്കറ്റ് ഒന്ന് ഈ ലോയിനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് പുതിയൊരു സെല്ലിലേക്കുള്ള ട്രെൻഡ് കിട്ടും കേട്ടോ. ഓക്കെ ആണല്ലോ? ഇപ്പോൾ ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ തൊട്ടടുത്തൊരു സെല്ലിംഗ് സോണും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതും ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഗോൾഡിലെ സാധ്യത എന്ന് പറയുമ്പോൾ എന്താണ്, മാർക്കറ്റ് വന്ന് ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് ടച്ച് ചെയ്തു. ഇതിന് തൊട്ട് അടുത്തായിട്ട് ഒരു സെല്ലിംഗ് സോണും നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു സെല്ലിംഗ് സോണിലേക്ക് വന്നതിന് ശേഷം ലോവർ ടൈം ഫ്രെയിമിൽ കറക്റ്റായിട്ടുള്ള കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് നോക്കാനായിട്ട് പറ്റും കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ നിന്ന് 50 മിനിറ്റിൽ വീണ്ടും ഒരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ട്രേഡുകളും നമുക്ക് നോക്കി പോകാനായിട്ട് പറ്റും ഈ ഒരു മേജർ ലോ വരെ. ഓക്കെ അല്ലേ? ഇത് ഫസ്റ്റത്തെ ഒരു സാധ്യതയാണ്, തൊട്ടടുത്ത് തന്നെ ഒരു സെല്ലിംഗ് സോണ്. ഇനി പ്രീമിയം ഡിസ്കൗണ്ട് എന്ന രീതിയിൽ നോക്കുവാണെങ്കിൽ ഏതാണ്, നമുക്ക് തൊട്ട് മുകളിൽ തന്നെ ഇവിടെ ഒരു സെല്ലിംഗ് സോണും കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇത് കുറച്ചും കൂടെ പ്രീമിയം ഏരിയയിലുള്ളൊരു സെൽ സോണാണ്. അതേപോലെ തന്നെ ഇതും പ്രീമിയത്തിലുള്ളതാണ് കേട്ടോ. ഇപ്പോൾ മാർക്കറ്റ് അതിലേക്കൊക്കെ വരുവാണെങ്കിൽ നമുക്ക് സെല്ല് നോക്കാനായിട്ട് പറ്റും. പിന്നെ കുറച്ചും കൂടെ സാധ്യതയുള്ളൊരു സെൽ സോൺ എന്ന് പറയുന്നത് 50% മുകളിൽ ഇതാണ് കേട്ടോ. ഇതിലേക്ക് വന്നാലും നമുക്ക് സെല്ല് തന്നെ നോക്കി പോകാനായിട്ട് പറ്റും. ഇതിനകത്തേക്ക് എല്ലാത്തിലും വന്നു കഴിഞ്ഞാൽ മൈനർ ട്രെൻഡ് നോക്കാനായിട്ട് പറ്റും. ഇത് നമുക്ക് ഈ ഒരു ഗോൾഡിൻ്റെ ട്രെൻഡിൽ നോക്കുകയാണെങ്കിൽ ബൈക്കുള്ള സാധ്യതകളൊന്നും തന്നെ ഇല്ല കേട്ടോ. ബൈയിലേക്ക് ഒരു സാധ്യതയില്ല, എല്ലാം സെല്ലിലേക്ക് തന്നെ നമുക്ക് നോക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും സാധ്യതയാണ് ഗോൾഡിൻ്റെ കാര്യത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് നമുക്ക് നോക്കി പോകാനായിട്ട് പറ്റുന്ന ഒരു ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു സെൽ സോണിലേക്ക് വന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നോക്കാം. അതേപോലെ തന്നെ ഇവിടുന്ന് മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിലും വീണ്ടും സെല്ലിലേക്ക് നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ അല്ലേ? ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ള കുറച്ച് മെയിൻ കറൻസി പെയറിലെ ലിക്വിഡിറ്റി 4 ഹവറും 30 മിനിറ്റും നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടെന്ന ലെവൽസ് എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നല്ല ട്രേഡുകൾ എല്ലാത്തിലും കിട്ടിയിട്ടുണ്ട്. മേജർ ഹൈ എല്ലാത്തിൻ്റെയും മേജർ ഹൈയിൽ നിന്ന് ലോയിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നല്ല ട്രേഡുകൾ എല്ലാത്തിലും കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി ഇന്നത്തെ ദിവസം നോക്കാൻ പറ്റിയ കുറച്ച് മെയിൻ ലിക്വിഡിറ്റി ഏരിയ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്താണ്, എപ്പോഴത്തേയും പോലെ തന്നെ USD/JPY എന്ന് സ്റ്റാർട്ട് ചെയ്യാം. USD/JPYയിൽ നോക്കുകയാണെങ്കിൽ മോർണിംഗ് ഹൈയിൽ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് നിൽക്കുന്നത് അല്ലേ. ഇപ്പോൾ ഇന്നലെ പറഞ്ഞു പോയിട്ടുള്ള ലെവൽസിലെല്ലാം അത്യാവശ്യം എല്ലാത്തിലും ട്രേഡുകളുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസത്തേക്ക് ഇനി നോക്കാൻ പറ്റിയ പുതിയ ലിക്വിഡിറ്റി ഏരിയ അതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് എന്താണ് ഈ ഹൈയിൽ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ അല്ലേ? ഇപ്പോൾ ഈ ഒരു മേജർ ഹൈയിലെ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമാണ് മാർക്കറ്റ് ഇപ്പോൾ സെല്ല് കാണിക്കുന്നത്. ഓക്കെ അല്ലേ? 30 മിനിറ്റിലേക്ക് നോക്കുകയാണെങ്കിലും കറക്റ്റായിട്ട് തന്നെ അവിടെ നിന്നൊരു കൺഫർമേഷൻ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ ഒരു എൻട്രി നോക്കാമായിരുന്നു. ഇപ്പോൾ ഏകദേശം 1:1 മേലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഈ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു കുറച്ച് റിസ്ക് ആണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് അടുത്തൊരു ലിക്വിഡിറ്റി എന്ന രീതിയിൽ കണക്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ മേജർ ഹൈയിലേക്ക് വന്നതിന് ശേഷം എന്താണ്, ഇപ്പോൾ മദർ ക്യാൻഡിലിനുള്ളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ അല്ലേ? മേജർ ഹൈയിലേക്ക് വന്നു, മദർ ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും നോക്കുകയാണെങ്കിൽ ഇതാണ് ലോ ആയിട്ട് വരുന്നത്, അതുപോലെ തന്നെ ഇതാണ് ഹൈ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെയും ഒരു സെല്ലിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതിന് ശേഷം മാർക്കറ്റ് വന്ന് ഈ ഒരു ഹൈയിൽ ഓക്കെ അല്ലേ, ഈ ഒരു ഹൈയിൽ ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ സെല്ല് നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ അല്ലേ? ഇവിടെ ഒരു 1-2 ക്യാൻഡിൽസും കൂടെ നിന്നിട്ടാണ് ഈ ഹൈയിൽ വന്ന് ബ്രേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സാധ്യതകൾ കൂടുതലായി. കറക്റ്റായിട്ടുള്ള കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ മാത്രം എൻട്രി നോക്കിയാൽ മതി കേട്ടോ. ഇനി അതുപോലെ ബൈയിലേക്ക് നോക്കണം എന്നാണെങ്കിൽ ഇതെന്താണ്, ഇതിൻ്റെ ലോ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇവിടുന്ന് സെല്ലിലേക്ക് ഒരു കുറച്ച് ക്യാൻഡിൽസ് വന്നിട്ട് ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബൈ നോക്കാനായിട്ട് പറ്റും. ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടും വരും. അതുപോലെ തന്നെ മദർ ക്യാൻഡിൽ ലിക്വിഡിറ്റി കുറച്ചും കൂടെ സാധ്യതകളുണ്ട് കേട്ടോ. അതുപോലെ പിന്നെ നെക്സ്റ്റ് ഒരു ബൈ നോക്കണമെന്നുണ്ടെങ്കിൽ ഈ മേജർ ലോയിലേക്ക് വരണം. ഇതിപ്പോൾ ഡെയിലിയിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിലും ഏകദേശം ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ കുറച്ചും കൂടെ സാധ്യതകളുണ്ട്. അപ്പോൾ അടുത്തടുത്തുള്ള ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു ഹൈ നമുക്ക് നോക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ലോയും നോക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഓരോന്നിൻ്റെയും പ്രൈസ് ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുമുണ്ട്. ഓക്കെ അല്ലേ? മേജർ ഹൈ നോക്കുവാണെങ്കിൽ ഇതാണ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഓടിച്ച് നോക്കാം. ഇപ്പോൾ USD/JPYയിൽ ഈ ഒരു സാധ്യതകളാണ് ഉള്ളത്. ഇനി അതുപോലെ തന്നെ EUR/USD നോക്കുവാണെങ്കിൽ 4 ഹവറിൽ ലിക്വിഡിറ്റി എടുത്ത് ഇപ്പോൾ മോർണിംഗ് എൻട്രി കഴിഞ്ഞു പോയതാണ്. പിന്നെ അതിന് ഇനി അടുത്ത് നോക്കാനായിട്ട് പറ്റുന്നത് ഈ ഒരു ലോയിലേക്ക് മേജർ ലോയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബൈ നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ അല്ലേ? ഈ ഒരു മേജർ ലോയിലേക്ക് വരുവാണെങ്കിലാണ് ബൈ നോക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിൽ വന്നതിന് ശേഷം കറക്റ്റായിട്ടൊരു കൺഫർമേഷനും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. ട്രേഡ് ഏകദേശം 1:1 മുതലേ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
പിന്നെ ഇതിനകത്തേക്ക് അടുത്തൊരു ട്രേഡ് നോക്കാനായിട്ടില്ല കേട്ടോ. പിന്നെ യൂറോ GBPൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഹൈയിലെ ലിക്വിഡിറ്റി മാർക്കറ്റ് ഓൾറെഡി എടുത്തതാണ്. ഓക്കെ, ഇനി പുതിയൊരു ലിക്വിഡിറ്റി എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലോയിൽ ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹൈയിലോട്ട് വരുവാണെങ്കിലോ ട്രേഡ് നോക്കാനായിട്ട് പറ്റും കേട്ടോ. ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ അല്ലേ, യൂറോ AUDൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഹൈയിലെ ലിക്വിഡിറ്റി ഓൾറെഡി എടുത്തു, ഹൈയിലെ ലോയിലെ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ, ഇനി പുതിയൊരു ലിക്വിഡിറ്റി എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു ലോ നമുക്ക് എടുക്കാം, അതുപോലെ തന്നെ ഈ ഒരു ഹൈയും നോക്കാം. ബാക്കിയുള്ള ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം കേട്ടോ. യൂറോ GBP/USDൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ട്രേഡ് ഇന്നലെ ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ, ഹൈയിലെ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം. ഓക്കെ അല്ലേ, ഇവിടെ നല്ലൊരു ട്രേഡ് ഉണ്ടായിരുന്നു. പിന്നീട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലോയിലെ ഈ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് പോകുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ട്രേഡ് നോക്കണമെന്നില്ല. ഓക്കെ അല്ലേ, ഇതിലെ ലിക്വിഡിറ്റി ഓൾറെഡി എടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു ലിക്വിഡിറ്റി എന്ന രീതിയിൽ മാർക്ക് ചെയ്യണമെങ്കിൽ ഏതാണ്, ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് എടുക്കാം. പിന്നെ കുറച്ചും കൂടെ സാധ്യത എന്ന് പറയുന്നത് ഈ മേജർ ലോ കേട്ടോ. ഈ മേജർ ലോയിലേക്ക് വരുവാണെങ്കിൽ കുറച്ചും കൂടെ സാധ്യതകൾ കൂടുതലുണ്ട്. ഓക്കെ അല്ലേ, ബൈയിലേക്ക് മാർക്കറ്റ് പോകാനായിട്ട്. അതുപോലെ തന്നെ GBPൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഈ ലോ തന്നെ നമുക്ക് ലിക്വിഡിറ്റി എടുക്കാം. ബാക്കി ഹൈയിൽ ഇന്നലെ പറഞ്ഞു പോയിട്ടുള്ള ലെവൽസ് തന്നെയാണ്. GBP കാർഡിനെ നോക്കുകയാണെങ്കിലും ഹൈയിൽ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ റിവേഴ്സ് ആയിരിക്കുന്നത്. ഇനി പുതിയൊരു ലിക്വിഡിറ്റി എന്ന രീതിയിൽ നോക്കണമെങ്കിൽ നമുക്ക് ഈ തൊട്ടടുത്തൊരു ഇൻഡ്യൂസ്മെൻറ്റ് കാണാം. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ബൈ നോക്കാനായിട്ട് പറ്റും. പിന്നെ കുറച്ചും കൂടെ സാധ്യത എന്ന് പറയുന്നത് ഈ മേജർ ലോ എടുക്കുകയാണെങ്കിലാണ് കേട്ടോ. പുതിയൊരു സെല്ല് നോക്കണമെന്നാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഒരു ഇൻഡ്യൂസ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇട്ടുവാണെങ്കിൽ നമുക്ക് സെല്ലും നോക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ AUD/USDൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി എല്ലാം എടുത്തിട്ടാണ് മാർക്കറ്റ് പോയതൊക്കെ നല്ല. ഇനി പുതിയൊരു ലിക്വിഡിറ്റി എന്ന രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ ഏതാണ്, ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ഇതിലേക്ക് ഇട്ടുകൊണ്ട് നമുക്ക് സെല്ല് നോക്കാം. അതുപോലെ തന്നെ ഇത് മേജർ ഹൈയും ആണ്. ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിനേക്കാളും കുറച്ചും കൂടെ സാധ്യത ഒരു മേജർ ഹൈയിലേക്ക് ഇട്ടുവാണെങ്കിൽ സെല്ല് വരാനാണ് കേട്ടോ. ഓക്കെ അല്ലേ, അപ്പോൾ നമുക്ക് നോക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ പിന്നെ ഈ ഒരു മേജർ ലോയും കണക്ട് ചെയ്യാം. ബൈ നോക്കാനാണെങ്കിൽ നമുക്ക് ഈ ഒരു മേജർ ലോയും നോക്കാം. അതുപോലെ തന്നെ AUD/JPY AUD കാർഡ് നോക്കാം. ഓക്കെ അല്ലേ, AUD കാർഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സാധ്യതയുള്ളൊരു എൻട്രി ആയിരുന്നു. കാരണം മേജർ ഹൈയിൽ ഇന്നലെ നമ്മൾ കൂടുതൽ പറഞ്ഞിട്ടുണ്ടായതാണ്, ആ മേജർ ഹൈയിൽ ലിക്വിഡിറ്റി എടുത്തിട്ടായിരുന്നു പോയത്. പക്ഷേ നമുക്കവിടെ കറക്റ്റായിട്ടൊരു കൺഫർമേഷൻ കിട്ടിയില്ല. അപ്പോൾ അന്ന് ടച്ച് ചെയ്ത ക്യാനിൽ തന്നെ ഡയറക്റ്റായിട്ട് തന്നെ അങ്ങ് പോയി. ഓക്കെ അല്ലേ, അപ്പോൾ ഇതിന് ശേഷം നമുക്ക് പുതിയൊരു ലിക്വിഡിറ്റി എന്ന രീതിയിൽ മാർക്ക് ചെയ്യണമെങ്കിൽ ഏതാണ്, ഇനി പുതിയൊരു ലിക്വിഡിറ്റി എന്ന രീതിയിൽ മാർക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു മേജർ ലോയിലേക്ക് വരണം കേട്ടോ. ഇതിലേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു ബൈ നോക്കാം. അതുപോലെ സെല്ല് നോക്കാനാണെങ്കിൽ ഈ ഒരു ഹൈ ഇൻഡ്യൂസ്മെൻറ്റ് നമുക്ക് നോക്കാനായിട്ട് പറ്റും. NST/USDൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിലും ആ ഒരു ഇൻഡ്യൂസ്മെൻറ്റിൽ നിന്നാണ് ഇപ്പോൾ പ്രൈസ് പൊക്കോണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ, ഇതിൽ പുതിയ ട്രേഡോ കാര്യങ്ങളോ നോക്കാനില്ല. ഇത്രയും ടൈം എടുത്ത് വന്നതാണ്. അപ്പോൾ അത്രത്തോളം സാധ്യതയില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ സാധ്യത ഉണ്ടായിരുന്നു. അത്യാവശ്യം മൂവ് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ അല്ലേ, ഫസ്റ്റ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഇതിന് ശേഷം പുതിയൊരു ലിക്വിഡിറ്റി എന്ന രീതിയിൽ നോക്കണമെങ്കിൽ നമുക്ക് ഏതാണ്, ഈ ഒരു മേജർ ലോ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ മേജർ ലോയിലേക്ക് ഇട്ടുവാണെങ്കിൽ ട്രേഡ് നോക്കാം. അതുപോലെ തന്നെ പിന്നെ ഒരു സെല്ലെന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും സാധ്യത ഈ ഒരു മേജർ ഹൈ ആട്ടോ. ഇത് രണ്ടുമേ നമുക്ക് നോക്കാനായിട്ട് പറ്റുള്ളൂ. ഈ ഹൈ എടുക്കുകയാണെങ്കിൽ സെല്ല് നോക്കാം. അതുപോലെ തന്നെ ഈ ലോയിലേക്ക് വന്ന് കറക്റ്റ് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ ബൈയും നോക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ, ബാക്കി NST കാർഡിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം വാർണിംഗ് വന്ന് ടച്ച് ചെയ്തതാണല്ലേ, അതിൽ ഏകദേശം എൻട്രി കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇതിന് ശേഷം പുതിയൊരു ലിക്വിഡിറ്റി എന്ന രീതിയിൽ നമുക്ക് നോക്കണമെങ്കിൽ ഈ മേജർ ലോയും മേജർ ഹൈയും കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ, ഇതിനകത്ത് വന്നതിന് ശേഷം ഒരു എൻട്രി ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ലോവറിലേക്ക് ഇറങ്ങി നോക്കാം. ഇല്ല, ഇത് അത്രത്തോളം സാധ്യതയില്ല. ഏകദേശം കഴിഞ്ഞു. അത്യാവശ്യം വലിയ അസലാണ് വരുന്നത്. അടുത്ത ലിക്വിഡിറ്റിയിലേക്ക് ടാർഗറ്റും ഉണ്ടാവും. അത്രയും മൂവ് ചെയ്തു അല്ലേ, നോക്കണമെന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു പെയർ എന്ന രീതിയിൽ USD കാർഡ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സാധ്യതയുണ്ട് കേട്ടോ. USD കാർഡിലേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സാധ്യതയുണ്ട്. ഫസ്റ്റ് ഈ ഒരു മേജർ ഹൈ ഇന്നത്തെ ദിവസം വന്ന് മാർക്കറ്റ് ഈ ഒരു ഹൈനെ എടുക്കുകയാണെങ്കിൽ കൺഫർമേഷൻ കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ സെല്ല് നോക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ, അതുപോലെ തന്നെ ഇത് ഡെയിലീൻ്റെ ഒരു ഹൈയുമാണ്. ഈ തൊട്ട് മുകളിൽ ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് ഡെയിലീൻ്റെ ഒരു മേജർ ഹൈയുമാണ്. അപ്പോൾ ഇത് എടുക്കുകയാണെങ്കിൽ നമുക്ക് സെല്ല് നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ അല്ലേ, ഈ ഒരു ഹൈയിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് സെല്ല് നോക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ, ഈ രണ്ട് സാധ്യതകളാണ് USD കാർഡിലുള്ളത്. ഓക്കെ അല്ലേ, ഒന്ന് നമുക്കിത് നോക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ ഈ ഡെയിലീൻ്റെ മേജർ ഹൈയും നോക്കാം. അതുപോലെ തന്നെ CAD/JPYൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ലോയിൽ നിന്ന് ഏകദേശം മേജർ ലോയിന് എടുത്തിട്ടാണ് പോയത്. അപ്പോൾ ഇതിന് ശേഷം സെല്ല് നോക്കണം എന്നാണെങ്കിൽ പുതിയൊരു ലിക്വിഡിറ്റി എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈ കണക്ട് ചെയ്യാം. ഓക്കെ അല്ലേ, ഈ ഒരു ഹൈയിലേക്ക് വന്നതിന് ശേഷം കറക്റ്റായിട്ട് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു സെല്ല് നോക്കാം കേട്ടോ. ഓക്കെ അല്ലേ, അത്യാവശ്യം നല്ലൊരു ലിക്വിഡിറ്റിയാണ്, കുഴപ്പമില്ല. ഇതിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയും ലിക്വിഡിറ്റിയാണ് നോക്കാനായിട്ടുള്ളത്. പിന്നെ ഗോൾഡിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സെല്ലിലേക്ക് തന്നെയാണ് നോക്കി പോകാനായിട്ടും പറ്റുന്നത് കേട്ടോ. ഓക്കെ അല്ലേ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ട്രേഡിങ്ങിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനും ശ്രമിക്കുക. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തിയിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.